അറ്റൻഡൻസിൽ വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ചില കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ചില എംപ്ലോയീസിന് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലേറ്റ് കം ആയിട്ട് വരികയാണ്, നേരം വൈകി വരുമ്പോൾ ഹാഫ് ഡേ ചിലപ്പോൾ പല കമ്പനിയിലും പല സിസ്റ്റം ആയിരിക്കും. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഹാഫ് ഡേ LOP ആയിരിക്കും, അല്ലെങ്കിൽ 3 days കഴിയുമ്പോൾ ഹാഫ് ഡേ LOP ആയിരിക്കും. അതൊരു വിഷയമല്ല. അറ്റൻഡൻസ് കട്ട് ചെയ്തോട്ടെ, പോയിക്കോട്ടെ, പ്രശ്നമല്ല, നമ്മൾ ഇങ്ങനെ വരുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം ഇത് എവിടെയും പിന്നീട് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അവൻ്റെ ശമ്പളം പോയാലും അവർക്ക് പ്രശ്നമല്ല. ചിലപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും, സാലറി പ്ലസ് ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സാലറി കട്ട് ചെയ്തതിനാലും പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ സാലറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ കോളേജ് സ്റ്റൈലിൽ വരിക, പോവുക, തോന്നിയ സമയത്ത് പോവുക, സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. പക്ഷെ ഇതേ ആള് വേറെ കമ്പനിയിലേക്ക് പോകുമ്പോൾ ഇത് എവിടെയും കാണുന്നില്ല, ഇങ്ങനെ മുന്നത്തെ അറ്റൻഡൻസ് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇയാൾ ഇത്രയും എക്സ്പീരിയൻസ് കൊണ്ട് വന്നു എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ അറ്റൻഡൻസ് നമ്മളിവിടെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ മാസത്തിലും അവൻ എത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്കോർ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 100% വന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 70% വന്നവരുണ്ടാവും, 50 വന്നവരുണ്ടാവും. ഇവർക്കൊക്കെ നമ്മൾ ഒരു കാറ്റഗറി സെറ്റ് ചെയ്തിട്ടുണ്ട്, സിൽവർ, ബ്രോൺസ്, അങ്ങനെ 3-4 കാറ്റഗറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വരുന്ന ആൾക്കാർ സ്കോർ കൂടാനും തോന്നിയ പോലെ വരുന്ന ആൾക്കാർ അത് സ്കോർ കുറക്കാനുള്ള സാഹചര്യമാണ്.